ഹലോ, ഇതാണ് ഫേമസ് ആയിട്ടുള്ള ബന്ദിപ്പൂ ടൈഗർ റിസർവ്. നമ്മുടെ കേരളവും കർണാടകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 9 മുതൽ ഈവനിങ് 6 മണി വരെ നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ കാട്ടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യാൻ തന്നെ പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പാട്ടും പാടി കാടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകണം കേട്ടോ. പിന്നെ ഇതുവഴി പോകുമ്പോൾ വല്ല മൃഗങ്ങളെയൊക്കെ കണ്ടാൽ അതിലേറെ സന്തോഷമല്ലേ. സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം ദൈവകരങ്ങളിലാണേ. ഒരു ആനയെങ്കിലും കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ കൺമുമ്പിൽ വന്നിരിക്കുന്ന ഒരൊറ്റ ആന. കണ്ടിട്ട് ഇതൊരു പെണ്ണാനയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് അതിൻ്റെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മനസ്സിൽ ഭയങ്കര പേടിയാണെങ്കിലും കണ്ടതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചേലാണ് അത്ര. നല്ല ഭംഗിയാണ്. ഞങ്ങൾ കാടൊക്കെ ഇറങ്ങി കർണാടകയിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷിയാണ് അത്ര. സൂര്യകാന്തി പാടവും നെൽപ്പാടങ്ങളും പിന്നെ എന്താ കടുക്, പരിപ്പ്, ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ ഒട്ടനവധി കൃഷികളാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സൂര്യകാന്തി പാടങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. എന്താ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഇത് വിൽക്കുന്നുമുണ്ട്. നമുക്ക് ഫ്രഷായിട്ട് മേടിക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട്. പിന്നെ ഇനി കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുക്കി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടൗണൊക്കെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മൈസൂർ, ബാംഗ്ലൂരൊക്കെ താണ്ടി നമ്മൾ വെല്ലൂരെത്തി, VIT നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് എത്തുന്ന സ്പോട്ട് എത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് കരുതി നമ്മുടെ ഹൃദയ സിനിമയല്ലേ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയാണ്. പിന്നെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ കിടിലൻ കോളേജാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേന് രജിസ്ട്രേഷനൊക്കെ ഇങ്ങനെ പൊടിപുരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കയറിയ പാട് രജിസ്ട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ പേപ്പർ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയണം. അപ്പോൾ ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ചു കേട്ടോ. കുറേ പാടുപെട്ടെങ്കിലും എൻ്റെ പേരങ്ങനെ കണ്ടുപിടിച്ചായിരുന്നു. അപ്പം ഇനി നമുക്കറിയേണ്ടത് ഇതെവിടെ വെച്ചിട്ടാണെന്ന്. കാരണം കുറേ സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏത് സെക്ഷനിലാണ് എൻ്റെ പ്രസർവേഷൻ എന്നറിയണം. അപ്പോൾ അത് കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ പോയ അടുത്ത സ്പോട്ട് എന്ന് പറയുമ്പോൾ ഫുഡാണ് കേട്ടോ. പൊതുവേ കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് അത്ര പിടിക്കില്ല മറ്റു സ്റ്റേറ്റിൽ നിന്ന്. പക്ഷേ എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഹെൽത്തി, A to Z വരെയുള്ള എല്ലാ വിറ്റാമിനും ആ ഫുഡിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സീരിയസ്ലി. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പേപ്പർ പ്രസൻറ്റേഷന് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി 2-3 ബുക്സൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീട്ടിൽ വന്നിട്ട് വേണം കേക്കിൻ്റെ പ്രിപ്പറേഷനും ബാക്കി കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങളിൽ. ടാറ്റാ ബൈ ബൈ, സീ യു.